ഇന്നിവിടെ ഒരാള് വന്നിരുന്നു. അതാരാ വന്നേ? സച്ചങ്ങളുടെ അമ്മ. ചേച്ചി കരയാതെ, അവള് ആരെങ്കിലും കാണാൻ പോയതായിരിക്കും. ഈ രാത്രി ഞാനിപ്പോ എന്താ ചെയ്യാ? ആരോട് അന്വേഷിക്ക? മോളെ, എന്തെങ്കിലും ഒന്ന് ചെയ്യും മോളെ. ഞാനൊന്ന് നോക്കട്ടെ. പേടിക്കണ്ട, കാഞ്ചനയ്ക്കൊന്നും സംഭവിക്കില്ല. അവള് ഉടനെ തിരിച്ചു വരും. ഞാനല്ലേ പറയുന്നേ. ഞാൻ രാജീവിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ശരി മോളെ. കാഞ്ചന ഇതെവിടെ പോയി? ആഹാ, പഠിക്കാനുള്ളതൊക്കെ പഠിച്ചു കഴിഞ്ഞോ? പഠിച്ചു തീർന്നെങ്കിൽ മോള് പോയി കിടന്ന് ഉറങ്ങിക്കോ. മോളെ, ഉറങ്ങാറായില്ലേ? വാ. ആ അച്ഛാ, ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. എന്ത് കാര്യാടാ? സ്വീറ്റ്സ് വല്ലതും വാങ്ങിക്കുന്ന കാര്യമാണോ? ആവശ്യത്തിനുള്ള സ്വീറ്റ്സും സ്നാക്കും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ടല്ലോ അല്ലേ? അതല്ല, ഇന്നിവിടെ ഒരാള് വന്നിരുന്നു. അതാരാ വന്നേ? സച്ചങ്ങളുടെ അമ്മ. എന്താണോ ഇത്? സച്ചിയുടെ അമ്മയമ്മയ്ക്ക് ഇവിടെ എന്താ കാര്യം? അതാർക്കറിയാം. അവര് അമ്മയെ കാണാൻ വന്നതായിരിക്കും. അവര് തമ്മില് വലിയ കൂട്ടാണല്ലോ. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒരാൾ കയറി വരുമ്പോ ഇങ്ങോട്ട് വരരുതെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പ്രത്യേകിച്ച് ഇതുപോലെ അമ്മയായിട്ട് അടുപ്പമുള്ള ഒരാളല്ലേ അവര്. അപ്പൊ പിന്നെ ഞാനെങ്ങനെ അവരോട് അനിഷ്ടം കാണിക്കുന്നേ? സോറി, അത് ശരിയാ. അവർ ചിലപ്പോ അമ്മ വിളിച്ചിട്ട് ഒന്നായിരിക്കും. മോളെ, അമ്മയോട് പോയി കിടന്ന് ഉറങ്ങി പൊയ്ക്കോ. ഗുഡ് നൈറ്റ് അച്ഛാ. ഗുഡ് നൈറ്റ് മോനെ, പൊയ്ക്കോ. എടോ, ഞാൻ ആ ദേഷ്യപ്പെട്ടത് അനങ്ങ് വിട്ടേരെ. ഞാൻ അപ്പുറത്തൊരു മൂടിനങ്ങ് പറഞ്ഞു പോയതാ. ശരി, ഗുഡ് നൈറ്റ്. എന്നാലും എന്തിനായിരിക്കും സച്ചിയുടെ അമ്മ ഇവിടെ വന്നത്? ദൈവമേ, സച്ചി എല്ലാ കാര്യങ്ങളും ഇനി അമ്മയോട് പറഞ്ഞോ? വക്കീലെന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞേ? അല്ല, വക്കീലെന്തിനാ ചിരിക്കുന്നേ? എന്താ വക്കീലേ, ചിരിക്കാതെ കാര്യം പറ. അവന്തികയുടെ അപ്പീലിനെതിരെ കോടതിയിൽ നമ്മൾ സമർപ്പിച്ച കൗണ്ടർ അഫിഡവിറ്റിന് റിസൾട്ട് ഉണ്ടാവാൻ പോകുന്നു. മനസ്സിലായില്ലേ? അവന്തികയുടെ അപ്പീൽ ചിലപ്പോ തള്ളും. വിധി സച്ചിക്ക് അനുകൂലാവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്നാ എനിക്ക് കിട്ടിയ വിവരം. ഇത് നല്ല വാർത്തയാണല്ലോ. വക്കീലിന്റെ പിന്നാലെ കുറെ പ്രയാസപ്പെട്ടു അല്ലേ? കേസിന്റെ പിന്നാലെ കഷ്ടപ്പെടുന്നതല്ലേ വക്കീലന്മാരുടെ ജോലി. അതിനല്ലേ നല്ല ഫീസ് വാങ്ങുന്നേ. കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ സച്ചിക്ക് തിരിച്ചു കിട്ടുമ്പോ എനിക്കും വക്കീൽ ഫീസായി ചില കോടികളൊക്കെ തന്നാ മതി. എന്ത് വേണേലും തരാം. ഈ ജന്മം മുഴുവൻ ഞാൻ വക്കീലിനോട് കടപ്പെട്ടിരിക്കുന്നു. മിക്കവാറും ഒരു 6 മാസത്തിനകം കേസ് വിധിയാകും. ഞാൻ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടന്ന നെല്ലിശ്ശേരിയിൽ നിന്ന് കൈവിട്ടു പോയ സമ്പത്ത് മുഴുവൻ താമസിയാതെ സച്ചിയുടെ കൈവശം വന്ന് ചേരും. ഈ സ്വത്ത് കിട്ടിയിട്ട് മാത്രം കാര്യമില്ലല്ലോ, അവന്തികയ്ക്ക് ശിക്ഷ കൂടി കിട്ടണ്ടേ? അവന്തികയ്ക്ക് മിക്കവാറും ആ കൊലക്കേസിൽ ജീവപര്യന്തമായിരിക്കും കിട്ടാൻ പോകുന്നത്. ആ, അതെങ്ങനെ അറിയാം? അറിയാം. ആ കേസിനെ കുറിച്ച് ഞാൻ വിശദമായിട്ടൊന്ന് പഠിച്ചു. അവന്തികയ്ക്ക് നല്ല ഒന്നാന്തരം കുരുക്കാ ഒപ്പിച്ചു വെച്ചിട്ടുള്ളത്. അതിന് പിന്നിൽ ആരായാലും അവര് നല്ല ഒന്നാന്തരം പുള്ളികളാ. അവർക്ക് മുമ്പിൽ അവന്തികയുടെ ഒരു കളികളും വില പോവില്ല. അത് നന്നായി.
അതാരാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവർക്കൊരു സമ്മാനം കൊടുക്കായിരുന്നു. അല്ല, ആരെ വിവരങ്ങളൊക്കെ വക്കീലിന് തന്നത്? ഞാൻ ഗൂഗിൾ സാറുമായിട്ട് സംസാരിച്ചിരുന്നു. ഓ, അതാണോ? എന്താ ഗൂഗിൾ സാറിന്റെ കാര്യം പറയുമ്പോൾ ഒരു താല്പര്യമില്ലാത്തതുപോലെ? വക്കീലെ, അയാളുടെ കാര്യം പറഞ്ഞ് നമ്മൾ തമ്മിൽ വഴക്കിടണ്ട. എത്രയും വേഗം എനിക്ക് അർച്ചനയും മോളും തിരിച്ചു കിട്ടണം. വക്കീല് അതിനുള്ള വഴികൾ നോക്ക്. നമ്മുടെ കേസ് കോടതി ഫയൽ സ്വീകരിച്ചു. മിക്കവാറും നോട്ടീസ് ആയി കാണും. ആ, അപ്പോ ഇനിയെല്ലാം കോടതിയില് അല്ലേ? അതെ, കേസ് കോടതിയിൽ എത്തിയ സ്ഥിതിക്ക് ഇനി അതല്ലാതെ വേറെ മാർഗമില്ല. ഇനി കോടതി തന്നെ തീരുമാനിക്കട്ടെ. എന്താ കിട്ടുന്നില്ലേ? ഇല്ല, ഫോൺ സ്വിച്ച് ഓഫാ. ഇതിന്റെ പിന്നിൽ അവന്തിക തന്നെയാ, അല്ലാതെ വേറെ ആരുമല്ല. ആ ലീല ചേച്ചി ഒന്ന് വിളിച്ചു നോക്കിയാലോ? അവന്തിക കാഞ്ചനെ എന്തെങ്കിലും അപകടത്തിൽപ്പെടുത്തുന്ന മുമ്പ് എങ്ങനെയെങ്കിലും കാഞ്ചനെ കണ്ടുപിടിക്കണം. എന്തായാലും ഞാൻ ലീലാവതി ചേച്ചി എന്ന് വിളിക്കട്ടെ. അവരിപ്പോ പേടിച്ചിരിക്കായിരിക്കും. നമ്മൾ അവരെ നിർബന്ധിച്ച് ഇതിലേക്ക് കൊണ്ടുവന്ന് കാഞ്ചനയുടെ ജീവൻ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാ നമ്മളായിരിക്കും അതിന് ഉത്തരവാദി. അങ്ങനെയൊന്നും സംഭവിക്കില്ല. അതിനു മുമ്പ് കാഞ്ചനെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കും. ഹലോ സാറേ, എന്തായി? എന്റെ മോൾ എവിടെയാ? ഞങ്ങൾ അന്വേഷിക്കാം. പക്ഷേ നിങ്ങൾ പോലീസിലൊരു റിട്ടേൺ കംപ്ലൈന്റ് തരണം. അതിന് തയ്യാറാണല്ലോ അല്ലേ? എന്റെ സാറേ, ഞാൻ എന്ത് കംപ്ലൈന്റ് വേണമെങ്കിലും തരാം. എങ്ങനെയെങ്കിലും എന്റെ മോളെ ഒന്ന് കണ്ടുപിടിച്ച് തന്നാ മതി. ഏത് പോലീസ് സ്റ്റേഷനിലെ കംപ്ലൈന്റ് കൊടുക്കണ്ടേ? കംപ്ലൈന്റ് വാങ്ങിക്കാനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ഉണ്ടാക്കാം. ഒന്നുകൊണ്ടും പേടിക്കണ്ട. പോലീസ് കൂടെ തന്നെ ഉണ്ട്. ഒരു പോറൽ പോലും ഏൽക്കാതെ കാഞ്ചനെ പോലീസ് കണ്ടുപിടിച്ചു തരും. എനിക്കാകെ എന്റെ മോള് മാത്രമേ ഉള്ളൂ. സാറിന്റെ പോലീസും കൂടെ എങ്ങനെയെങ്കിലും എന്റെ മോളെ കണ്ടുപിടിച്ച് തരണം. പേടിക്കണ്ടെന്ന് ഞാനല്ലേ പറയുന്നത്. പോലീസ് ഇപ്പൊ തന്നെ അന്വേഷണം തുടങ്ങും. എന്തെങ്കിലും വിവരം കിട്ടിയാ ഞാൻ വിളിക്കാം. ആ ശരി. ആർക്കാ ഫോൺ ചെയ്തേ?